കേരളത്തിൻ്റെ പശ്ചാത്തല വികസന ചരിത്രത്തിൽ ഉജ്ജ്വലമായ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബി 25 വർഷം പൂർത്തീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കിഫ്ബി രൂപീകരിച്ചിട്ട് 25 വർഷമായിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമായത് 2016 ഒന്നാം പിണറായി സർക്കാർ മുതൽ മാത്രമാണ് എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാം. വളരെ പിന്നണിയിൽ കിടക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് കുറ്റ്യാടി. കുറ്റ്യാടി നിയോജകമണ്ഡലത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഉള്ളത്. കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയും മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും. കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളായിരുന്നു ഈ 2 സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നത്. കിഫ്ബിയുടെ പ്രവർത്തനം സജീവമായി വന്നതോടുകൂടി 2017-18 5 കോടി രൂപ വീതം 2 സ്ഥാപനങ്ങൾക്കും അനുവദിക്കുകയുണ്ടായി. കുറ്റ്യാടിക്ക് 5 കോടിയും മണിയൂറിന് 3 കോടിയുമാണ് ലഭിച്ചിരുന്നത്. 2 വിദ്യാലയങ്ങളിലും ഏറ്റവും നല്ല കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകരമായി മാറിയിട്ടുണ്ട്. കുറ്റ്യാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് കുറ്റ്യാടി ബൈപ്പാസ്. 5 റോഡുകൾ വന്നു ചേരുന്ന കുറ്റ്യാടി വാഹനക്കുരുക്ക് കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. ഇപ്പോൾ ആ ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 39.4 കോടി രൂപയാണ് ഇതിന് മൊത്തം കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് വടകരയിൽ നിന്നും വയനാടിലേക്ക് മാനന്തവാടിയിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന വഴിയാണ് കുറ്റ്യാടി വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്. ആ റോഡിന് 79 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചത്. ഇപ്പോൾ ആ പ്രവർത്തനം ടെൻഡർ നടപടികളിലാണ്. കുറ്റ്യാടി മണ്ഡലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് കുട്ടോ തട്ടക്കുണ്ട് കടവ് റോഡ്. 58 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രസ്തുത പരിപാടിക്ക് ലാൻഡ് അക്വിസിഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ച് വരികയാണ്. ഇങ്ങനെ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്കാണ് കിഫ്ബി നിർവഹിച്ചിട്ടുള്ളത് എന്നത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ഡലത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നാഷണൽ ഹൈവേ ആയാലും മലയോര ഹൈവേ ആയാലും തീരദേശ ഹൈവേ ആയാലും ആസ്പത്രികളും അതുപോലെ തന്നെ വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ വികസിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇങ്ങനെ ഭാവി കേരളത്തിൽ 25 വർഷം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട നേട്ടം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അനാവശ്യമായ വിവാദങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് കിഫ്ബി സംവിധാനത്തെ ക്ഷീണിപ്പിക്കാനും പുറകോട്ടടിപ്പിക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പരിശ്രമം ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് അനാവശ്യമായ വിവാദമുണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്ന ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ സാന്നിധ്യവും കിഫ്ബിയുടെ വഴി ഉണ്ടായ വികസന പ്രവർത്തനങ്ങളും നമുക്ക് നല്ല നിലയിൽ കാണാൻ കഴിയുകയും ചെയ്യും. ഈ വസ്തുത മുഴുവനും അവർ മറച്ചു പിടിക്കുമ്പോഴും ജനങ്ങളിതെല്ലാം തന്നെ നേരിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ശക്തമായ രൂപത്തിൽ കിഫ്ബി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 25 വർഷം പൂർത്തിയാക്കുന്ന കിഫ്ബി കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തി കേരളത്തിലെ ഒരു പുതിയ വികസന രംഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.